കാണൂല, ഉസ്താദും കാണൂല, ശിഷ്യന്മാരും കാണൂല, ഷെയ്ഖും കാണൂല, മുരീദന്മാരും കാണൂല. എല്ലാം അവനവന്റെ സ്വന്തം കാര്യം. വേണമെങ്കിൽ നോക്കിക്കോ. എന്റെ ഹദീസൊക്കെ ഓതാൻ സമയമില്ല. ഇപ്പോൾ അമാനത്തിലേക്ക് കയറിയിട്ടില്ല. ബഹുമാനമുള്ള സഹോദരങ്ങളെ, സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ സഹോദരിമാർ, ആയിരക്കണക്കായ സഹോദരിമാർ ഈ മാലിക് ദിനാറിന്റെ തിരുമുറ്റത്തിൽ സാക്ഷ്യം വഹിച്ചിട്ടുണ്ടെങ്കിൽ പാതിരാ സമയത്ത് സുന്നത്ത് നമസ്കരിച്ചുകൊണ്ട് അള്ളാഹുവിനെ ഭയപ്പെട്ട് സ്വർഗത്തിന്റെ അനുഭൂതി ആസ്വദിക്കാൻ ഇഷ്ടപ്പെട്ട സൈനബ് റളിയല്ലാഹു തആല അൻഹയുടെ പിൻഗാമികളായി നിങ്ങൾ മാറണമേ എന്ന് ഞാൻ വസിയത്ത് ചെയ്യുകയാണ്. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ കാനത് തുസല്ലി നാഫിലത പാതിരാ സമയത്ത് മുഴുവൻ, പാതിരാത്രി മുഴുവനും അവർ നിന്ന് നമസ്കരിക്കുമായിരുന്നു. റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ നേരം വെളുക്കുന്ന സമയത്ത് ഫൈദാ ഖറബൽ ഫജ്ർ, ഫജ്ർ സാദിഖ് അടുക്കുന്നതിന് അല്പം മുമ്പ് അവർ ഉറങ്ങും. അല്പസമയം മുമ്പ് കുറച്ചുറങ്ങും. നൗമതൻ ഖഫീഫ, ഒരു ചെറിയ ഉറക്കം. സുമ്മ തഖൂമു, പിന്നീട് അവർ എഴുന്നേൽക്കും. എഴുന്നേറ്റ് ചോദിക്കും, യാ നഫ്സു, എന്റെ ശരീരമേ, കം തനാമി കം തഖൂമി, നീ എത്ര നമസ്കരിച്ചു, നീ എത്ര സമയം നിന്നു, നീ എത്ര സമയം ഉറങ്ങി. ഇനി ഒരു ഉറക്കത്തെ നീ പ്രതീക്ഷിക്കേണ്ടതാണ്. ആ ഉറക്കം എന്ന് പറയുന്നത് ഖബറിനകത്തുള്ള ഉറക്കമാണ്. ആ ഉറക്കം ഇടങ്ങേറിന്റെ ഉറക്കമാകരുത്. ആ ഉറക്കം സന്തോഷത്തിന്റെ ഉറക്കമാകണം. അത് മഹ്ശറിൽ വിളിയാളമുണ്ടാകുന്നത് വരെയുള്ള ഉറക്കമാണ്. ആ ഉറക്കത്തിന് വേണ്ടി ശരീരമേ നീ പരിശ്രമിക്കണമേ. ബഹുമാനപ്പെട്ട റാബിഅത്തുൽ അദവിയ്യ റളിയല്ലാഹു തആല അൻഹ സ്വന്തം ശരീരത്തോടാ പറയാ, നാട്ടുകാരോടല്ല. എന്ന് പറഞ്ഞാൽ സ്വന്തം ശരീരത്തെ രക്ഷപ്പെടുത്താൻ വേറെ ആർക്കും കഴിയില്ല. അതുകൊണ്ട് സ്വഹാബത്ത് സ്ത്രീകൾക്ക് വലിയ താല്പര്യമായിരുന്നു രാത്രി നിന്ന് നമസ്കരിക്കാൻ. ഹൗലാ ബിൻത് തുവൈത്ത് റളിയല്ലാഹു തആല അൻഹ കാനത് തുസല്ലി നാഫിലത ലയാലിയ കുല്ലഹു, എല്ലാ രാത്രിയും മുഴുവനും നമസ്കരിക്കും. ലാ തനാമു, അവർ ഉറക്കമേ ഇല്ല. മറത്ത് ബിഹാ ആയിഷ വഇൻദഹാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരിക്കൽ ഹബീബായ റസൂലുള്ളാഹി തങ്ങളോടൊപ്പം ആയിഷ റളിയല്ലാഹു തആല അൻഹ ഹൗലാ ബിൻത് തുവൈത്ത് റളിയല്ലാഹു തആല അൻഹയുടെ സമീപത്ത് കൂടെ പോകുമ്പോൾ ആയിഷ റളിയല്ലാഹു തആല അൻഹ പറയാണ്, ഹാദിഹി ലാ തനാമു, ഈ പെണ്ണ് ഉറങ്ങൂല നബിയെ. ലാ തനാമു, നബി ചോദിച്ചു, എന്താ ഉറങ്ങൂല ഇവള്? ഇല്ല എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? നമ്മുടെ നാട്ടിലെ ഏതെങ്കിലും ഉസ്താദ്മാരിന്റെ അടുത്ത് വീടിനടുത്ത് ഈ പെണ്ണിന് ഉറക്കമില്ല, ഉറക്കമില്ല, സീരിയൽ ഫുള്ള് കാണുന്നുണ്ട് എന്നേ പറയുള്ളൂ. എന്നാ അവരങ്ങനല്ല, ഉറങ്ങാത്ത എന്താ നിസ്കാരം? പേടിച്ച് രാത്രി ഉറക്കല്ല നിസ്കാരം. നബീന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആയിഷ റളിയല്ലാഹു അൻഹ പറഞ്ഞു, രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുന്ന പെണ്ണാണ് നബിയെ, ഉറക്കമില്ല നബിയെ. അല്ലാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഉറങ്ങാതെ നിങ്ങൾ രാത്രി മുഴുവൻ നിസ്കരിക്കണ്ട. നിങ്ങളെ കൊണ്ട് പറ്റുന്നത് മാത്രം എടുത്താൽ മതി, രാത്രി മുഴുവനും നിങ്ങൾ നിന്ന് നിസ്കരിക്കാൻ ഞാൻ പറയുന്നില്ല. നമുക്ക് രാത്രി ഒന്നും വേണ്ട, സുബൈക്ക് മുമ്പ് ഒരു 15 മിനിറ്റ് മുമ്പ് എഴുന്നേറ്റ് 2 റക്അത്ത് തഹജ്ജുദ് നിസ്കരിച്ചാൽ മതി, നമ്മുടെ കാര്യം എല്ലാം ഓക്കെ. അതിനിവിടെ സമയമുണ്ട്. ഹബീബായ റസൂലുള്ളാഹി തങ്ങളോട് ചില സഹാബാക്കൾ ചോദിക്കുകയാണ്, യാ റസൂലല്ലാഹ്, ഇന്ന ഫുലാന ഖദ് തസൂമു വതുസല്ലി ലൈല വതസൂമു നഹാർ. ഇന്ന പെണ്ണ് രാത്രി മുഴുവനും നിന്ന് നമസ്കരിക്കുകയും പകലിന്റെ സമയങ്ങളിൽ നോമ്പ് പിടിക്കുകയും ചെയ്യുന്ന പെണ്ണാണ്. പക്ഷേ ഒരു കാര്യമുണ്ട് നബിയേ, അവൾക്ക് ചെറിയ ഒരു ന്യൂനതയുണ്ട് ഹബീബേ. വഫീ ലിസാനിഹാ ശൈഉൻ തുദി ജീറാനഹാ. പകലിന്റെ സമയത്ത് മുഴുവനും നോമ്പ് പിടിക്കുകയും രാത്രിയുടെ സമയത്ത് മുഴുവനും നിന്ന് നമസ്കരിക്കുകയും ചെയ്യുന്ന പെണ്ണ്, ഒരു ചെറിയ ന്യൂനത അവളുടെ നാവിനുണ്ട് നബിയേ. ക്യാൻസർ അല്ല, പുണ്ണല്ല, വ്രണമല്ല, രോഗമല്ല, ഒരു കുഴപ്പമാണത്. അവളുടെ അയൽവക്കത്തുള്ള വീട്ടുകാരെ വേദനിപ്പിക്കുന്ന പെണ്ണാണ് നബിയേ. അവളുടെ അവസ്ഥയെ കുറിച്ച് പറയുമോ ഹബീബേ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ലാ ഖൈറ ഫീഹാ വഹിയ ഫിന്നാർ. പാതിരാ സമയത്ത് നിന്ന് നമസ്കരിക്കുകയും പകലിന്റെ സമയത്ത് നോമ്പ് പിടിക്കുകയും ചെയ്തിട്ട് ആരാനെ കുറിച്ച് ചർച്ച ചെയ്താൽ, ആരാന്റെ പച്ചമാംസം തിന്നാൽ, അയൽവക്കക്കാരെ വേദനിപ്പിച്ചാൽ, എന്റെ പൊന്നു പെങ്ങളെ, പൊന്നു ഇഞ്ഞമാരെ, നിങ്ങളുടെ നമസ്കാരം കൊണ്ടോ നോമ്പ് കൊണ്ടോ ഒരു പുണ്യമില്ല. വഹിയ ഫിന്നാർ,
സ്വർഗത്തിലാണ് ഷഫീആയ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഭയങ്കര നിസ്കാരവും തലയിൽ തട്ടോടക്കോ തസ്ബീഹ് 1000ന്റെ തസ്ബീഹ് ഉരുട്ടി കൊണ്ടു നടക്കുന്നു. അയ്യോ, ആരെയും വിടൂല സംഭവം. അയലോക്കാരെ ഇവരവരുടെയൊക്കെ മോളെ, എന്റെ പൊന്നു മോളെ, നീ നിസ്കരിച്ചിട്ട് ഒരു പുണ്യമില്ല, നോമ്പൊടിച്ചിട്ട് പുണ്യമില്ല, വയ്യഫില്ല. വീണ്ടും നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് സ്വഹാബത്ത് ചോദിക്കുകയാണ്, ഇന്ന ഫുലാന, ഇന്ന പെണ്ണ് ഖദ് തസൂമുൻ നഹാർ വതുസല്ലിൽ മക്തൂബാ വതതസദ്ദഖു ബിൽ അത്വാർ വലൈസ ലഹാ ഗൈറഹാ. നബിയെ, ഒരു പെണ്ണുണ്ട്, ആ പെണ്ണ് രാത്രി നിന്ന് നമസ്കരിക്കുന്നവളാ, കറക്റ്റായിട്ട് ശരിയായ തോതിൽ 5 നേരത്തെ ഫർദ് നമസ്കാരം നിറവേറ്റുന്നവളാ. മാത്രമല്ല, അവളാൽ കഴിയുന്ന സദഖകൾ ഇടയ്ക്കിടയ്ക്കൊക്കെ അവർ കൊടുത്തു വിടുകയും പാവപ്പെട്ടവരെ സഹായിക്കുകയും ചെയ്യുകയാണ് നബിയെ. അതല്ലാതെ അവളുടെ കൈവശം ഒന്നുമില്ല നബിയെ, ഒന്നുമില്ല നബിയെ. അവളെ കുറിച്ചൊന്ന് പറയൂ നബിയെ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, വഹിയ ഫിൽ ജന്ന, അവൾ സ്വർഗത്തിലാണ്, അവൾ സ്വർഗത്തിലാണ്. ഒരു കാര്യം കൂടി നബി തങ്ങളോട് സഹാബത്ത് പറഞ്ഞു, നബിയേ, വലാ തൂദി ജീറാനഹാ, ആരെയും വേദനിപ്പിക്കാത്ത പെണ്ണാണ് നബിയെ. അയൽപക്കക്കാർക്ക് ഒരു വേദനയും അവളെ കൊണ്ടില്ല നബിയെ. അന്യർക്കോ കുടുംബക്കാർക്കോ അവളെ കൊണ്ട് ഒരു പ്രശ്നവുമില്ല നബിയെ. അവൾ കൃത്യമായി 5 നേരം നമസ്കരിക്കുന്നു, നോമ്പ് പിടിക്കുന്നു, കഴിവനുസരിച്ച് സദഖ ചെയ്യുന്നു, ആരുടെയും കാര്യങ്ങളിൽ ഇടപഴകാത്ത പെണ്ണാ. അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു, അവൾ സ്വർഗത്തിലാ, അവൾ സ്വർഗത്തിലാണ്, അവൾ സ്വർഗത്തിലാ. അല്ലാഹു നമ്മുടെ സഹോദരിമാരെ കൂട്ടത്തിൽ പെടുത്തട്ടെ. ആമീൻ. അതല്ലേ വേണ്ടത്. സ്കരിച്ച് നോമ്പൊടിച്ചിട്ടുള്ള അമലുകളോട് കളഞ്ഞിട്ട് കാര്യമില്ലല്ലോ. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും കുറെ പെണ്ണുങ്ങളെ കുറിച്ച് പരിചയപ്പെടുത്തി. നരകത്തിന്റെ അമാനത്തിലേക്ക് എത്തിയിട്ടില്ല, എന്നാൽ സൂക്ഷിച്ചു. ഇതൊക്കെ നിസ്കാരത്തിന്റെ വിഷയം പറയുമ്പോൾ അതെല്ലാം പറയണ്ടേ. എല്ലാരെയും ഒത്തുകിട്ടിയ ഒരു സമയമാണ്. ഞാനും ചാൻസ് അടിച്ചിരിക്കുകയായിരുന്നു, എല്ലാത്തിനും കിട്ടിയതൊക്കെ തീ തന്നെ കാച്ചി വെക്കാന്ന്. ഔലിയാക്കളും കറാമത്തിലും എല്ലാവരും പറയുന്നുണ്ടല്ലോ. അതൊക്കെ നമുക്ക് ഇനി വേറെ സദസ്സ് ഞാൻ ഇഷ്ടം പോലെ പറഞ്ഞുതരാം. സിഫാത്തുൽ ഔലിയ 10 എണ്ണം, 10 ദിവസം വാത് വെച്ചാലും തിരിവില്ല. ഞാൻ പറഞ്ഞുതരാം. ഔലിയാക്കളെയും കറാമത്തും ഞാൻ നിഷേധിക്കുന്നതൊന്നല്ല. അതിന് ചില ആളുകൾക്ക് ഒരു ധാരണ, ഇയാൾ ഔലിയാള് എതിരാളിയാണ്. പറയുന്നവൻ അമ്പലിക്ക് ആഹ്ലത്തി എടുത്തോളാം, അത് പോയിക്കോട്ടെ. നമ്മൾ ആ കാര്യങ്ങൾ ചർച്ച ചെയ്യേണ്ട കാര്യമില്ലല്ലോ. എന്നാ പിന്നെ എനിക്ക് പോയി ഉറൂസിന്റെ പേരും ഇങ്ങോട്ട് വരേണ്ട കാര്യമുണ്ട്. കാസർഗോഡ് കഴിഞ്ഞ വർഷം മുതൽ ഉറൂസിന്റെ പരിപാടിക്കാണ് ഫുള്ള് നടക്കുന്നത്. പക്ഷെ ഞാൻ ആനന്ദിക്കുന്നു, ആഗ്രഹിക്കുന്നു. അൽഹംദുലില്ലാഹ്, ഈ നാട്ടിലെ പോലെ ഉറൂസ് ഞങ്ങളുടെ നാട്ടിലും ആയിരുന്നെങ്കിൽ, ഞങ്ങളുടെ നാട്ടിൽ എഴുന്നള്ളത്ത് ആന, ചെണ്ടമേള, പൂത്തിരി, ഡും നടത്ത, എല്ലാ ഗജമേള, ഔലിയാക്കൾക്ക് സമാധാനം കിട്ടാൻ വേണ്ടി ആനയെ കൊണ്ടുവന്ന് കബറിന്റെ മുന്നിൽ കൊണ്ടുവന്ന് ഒഴിഞ്ഞിപ്പിൽ 2 പൊട്ടാസൊക്കെ പൊട്ടിച്ചിട്ടുള്ള പരിപാടി ഉറൂസ്. അതാണ് ഞങ്ങളുടെ നാട്ടിലെ ഉറൂസ് എന്ന് പറഞ്ഞാൽ. ഈ നാട്ടിൽ അൽഹംദുലില്ലാഹ് അല്ലാഹു ചെയ്ത എത്ര വലിയ അനുഗ്രഹമാണ്. അപ്പൊ ഞാൻ അവിടുന്ന് ഉറൂസിന് വരുമ്പോ, നിങ്ങൾ ഈ ഉറൂസിനൊക്കെ പോകുന്നത് വിദഗ്ധമായ കാര്യങ്ങൾക്കല്ലേ പോകണം. ഞാൻ പറഞ്ഞു, എന്ത് വിധത്തിൽ നിങ്ങളത് കണ്ടിട്ടുണ്ടോ? അവിടുത്തെ ഉറൂസ് കാസർഗോഡ് വാ, എന്റെ കൂടെ വാ, കാണിച്ചുതരാം. അല്ലെങ്കിൽ ഇന്ന് നിങ്ങൾ നോക്കിക്കോ, ഇവിടുത്തെ മാലിക് uruus.com നോക്കിക്കോ, ഇവിടുത്തെ ഉറൂസ് എങ്ങനെയാണെന്നുള്ളത് കണ്ടോ. അപ്പൊ അവര് ധരിച്ചത്, കാരണം ഇതുപോലെ ആനയുണ്ട്, എഴുന്നള്ളുണ്ട്, ചെണ്ടമേളുണ്ട്, പടക്കം പൊട്ടിയിലൊക്കെ ഉണ്ട്, ഇതൊക്കെ ഉണ്ടെന്നാ ധരിച്ചത്. ഞാൻ പറഞ്ഞു, കഴിഞ്ഞ വർഷം മുതൽ കാസർഗോഡ് ജില്ലയിലെ ഉറൂസിന് പങ്കെടുക്കുന്നു വരുന്നു. പക്ഷെ നസീഹത്ത്, ദുആ, സിയാറത്ത് അൽഹംദുലില്ലാഹ് വളരെ സന്തോഷം. ന്യായങ്ങൾ ഒരുമിച്ച് കൂടുന്നു. ഞങ്ങളുടെ നാട്ടിലത്തെ സംഭവങ്ങളൊക്കെ പറഞ്ഞപ്പോൾ ഇവർക്ക് അത്ഭുതം തോന്നുകയാണ്. അവസ്ഥ അല്ലാഹു അത് മാറ്റിയെടുക്കട്ടെ, മാറ്റിത്തരട്ടെ. അല്ല നമ്മളിപ്പോ എന്താ പറയുക. ബഹുമാനപ്പെട്ട സമസ്ത പണ്ഡിതന്മാരോട് എനിക്ക് എന്റെ ഭാഷയിൽ ഒരു അഭ്യർത്ഥനയാണ്. ദയവ് ചെയ്ത് അത് ഞങ്ങളുടെ നാടുകളിലുള്ള സമസ്തയുടെ കീഴിലുള്ള മഹല്ലുകളിൽ ചില സ്ഥലങ്ങളിലൊക്കെ ഉണ്ട്. ഈ മണത്തലയിലൊക്കെ പോയപ്പോ കഴിഞ്ഞ ദിവസം എനിക്ക് അവിടെ ഒരു പ്രസംഗം വെച്ചിരുന്നു. അതിനെതിരെ ഒന്ന് സംസാരിക്കണേ ഉസ്താദെ എന്ന് പറഞ്ഞു. ആനയ്ക്കെതിരെ ഞാൻ അങ്ങനെ സംസാരിച്ച് അടിയമാർക്കുണ്ടായ അവിടെ തന്നെ കമ്മിറ്റിക്കാരെന്ന് പറഞ്ഞു, ഉസ്താദ് അതൊന്നും പറയല്ലേ, ഇവിടെ എല്ലാ മതക്കാരും ഒക്കെ ഉണ്ട്, കാര്യങ്ങളുണ്ട്, അതിന്റെ പേരിലൊരു പ്രശ്നം ഉണ്ടാക്കണ്ട. അതുകൊണ്ട് തുഹമ്മത്തിനെ ഭയപ്പെടുക, ഫിത്തിനെ ഭയപ്പെടുക. അതുകൊണ്ട് ഞാൻ അതിനെ കുറിച്ച് ചർച്ച ചെയ്തില്ല. കമ്മിറ്റിക്കാരെ വ്യക്തമായിട്ട് വിളിച്ചിട്ട് പറഞ്ഞു, ഔലിയാക്കന്മാര്, മഹാന്മാര്, അവരുടെ സമീപത്ത് നിങ്ങൾ തോന്നിയാസം കാണിച്ചാൽ നിങ്ങൾ നാളെ ആഖിറത്തിൽ പിടിക്കപ്പെടും, സൂക്ഷിച്ചു. ഇത് അവരോട് പറഞ്ഞിട്ട് വന്നു. നിങ്ങൾ ഇല്ല ഉസ്താദ്, ഞങ്ങൾ അതിനെ പരിശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒഴിവാക്കാൻ വേണ്ടി നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ അൽഹംദുലില്ലാഹ് അങ്ങനത്തെ ഒരു സാഹചര്യം. അപ്പൊ ആ ഒരു ഉറൂസിന്റെ സംഗമത്തില്, സമ്മേളനത്തില് നമുക്ക് നല്ല നിലയിൽ അള്ളാഹു ഇഷ്ടപ്പെട്ട, ഔലിയാക്കന്മാർ ഇഷ്ടപ്പെട്ട നിലയിൽ അൽഹംദുലില്ലാഹ് ഇവിടെ ഇപ്പൊ എത്രയോ ചെറുപ്പക്കാർ വന്ന് സിയാറത്ത് ചെയ്ത് സന്തോഷത്തോടു കൂടി അൽഹംദുലില്ലാഹ് ഇന്ന് രാത്രി മുഴുവനും ഉറക്കം ഒഴിക്കാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പോടുകൂടി ഒരുമിച്ച് കൂടിയിരിക്കുകയാണ്. ഇതുപോലൊരു സന്തോഷം, ഈ ഒരു ഉറൂസ്, ഇതാണ് നമ്മൾ ആഗ്രഹിക്കുന്നത്. പക്ഷെ ഈ സ്ഥാനത്ത് ഞങ്ങളുടെയൊക്കെ നല്ല ഗാനമേളയായിരിക്കും, നല്ല ഗാനമേള. നേരം വിളക്കുമ്പോൾ 3 ഷഹീദായി കിടക്കും, ഉറപ്പായ കാര്യമാണ്.
നമ്മുടെ നാട്ടിൽ അങ്ങനെയുണ്ട്. നമ്മുടെ നാടായാലും തോന്നിയ ദിവസം കാണിച്ചാൽ പറയണമല്ലോ, അല്ല പിന്നെ ഞങ്ങളുടെ നാട്ടിൽ കാര്യങ്ങൾ പറയാൻ പറ്റില്ല. അതുകൊണ്ട് ഇന്ന് കാണുന്നവർ കൊല്ലത്ത് ഞാൻ ഒരുപാട് പേർക്ക് പറഞ്ഞിട്ടുണ്ട്, ഇന്നത് നോക്കിക്കൊള്ളാൻ അവന്മാർക്ക് അങ്ങനെയെങ്കിലും ഒരു ബോധം വന്ന് മനസ്സിലായതൊന്ന് മാറ്റിയെടുത്താൽ വലിയ ഉപകാരമായിരിക്കും. ഇതേപോലുള്ള പരിപാടികൾ സംഘടിപ്പിക്കുക, അല്ലാഹു തൗഫീഖ് തരട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങൾ, ഇത്രയും പേരെ ഒരുമിച്ച് കൂടി കിട്ടിയപ്പോൾ അൽഹംദുലില്ലാഹ് കിട്ടിയ ഒരു തൗഫീഖാണ്. ഒന്ന് കേട്ട് മനസ്സിലാക്കി ഉൾക്കൊള്ളി സ്വർഗത്തിന്റെ മക്കളാകി ഔലിയാക്കന്മാരോടൊപ്പം സ്വർഗത്തിൽ പലരുടെ തൗഫീഖിന് വേണ്ടിയിട്ട് നമ്മൾ ആഗ്രഹിക്കണമല്ലോ. അതാണ് നമുക്ക് വേണ്ടത്. അല്ലാഹു അതിന് തൗഫീഖ് തരട്ടെ. അപ്പൊ ബഹുമാനമുള്ള സഹോദരങ്ങളെ, ബഹുമാനപ്പെട്ട സഹാബാക്കൾ നബിയന റസൂലുള്ളാഹി തങ്ങൾ സ്ത്രീകളുടെ കുറച്ച് വിഷയം ഞാൻ എല്ലാം സൂചിപ്പിക്കുന്നത്, ഞാൻ നേരത്തെ പറഞ്ഞാൽ എല്ലാം ഒന്ന് ടച്ച് ചെയ്ത് പോകാം. അമാനത്തിലേക്ക് ഞാൻ കയറി. അതിന്റെ നമസ്കാരം, നോമ്പ്, നമസ്കാരം, ഉളൂ, അമാനത്ത് അങ്ങനെ നിൽക്കണം. അപ്പൊ അതിന്റെ കൂട്ടത്തിൽ ഈ സ്ത്രീകളുടെ വിഷയം വന്നപ്പോൾ ഞാൻ ചെറുതാണെന്ന് പറഞ്ഞു പോവുകയാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നരകത്തിലെ സ്ത്രീകളെ കുറിച്ച് ചർച്ച ചെയ്യുന്ന കൂട്ടത്തിൽ ഇബ്നു അബ്ബാസ് റളിയല്ലാഹു തആല റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, അബൂ സഈദ് അൽ-ഖുദരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്, ലാ യഹല്ലു ലിംറാത്തിൻ അൻ തഅഖുദ മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഒരു സഹോദരിക്കും അനുവദനീയമല്ല, ഒരു പെണ്ണിനും ഒരു ഭാര്യയ്ക്കും അനുവദനീയമല്ല എന്റെ ഭർത്താവിന്റെ സ്വത്തിൽ നിന്ന്, പൈസയിൽ നിന്ന് അദ്ദേഹത്തിന്റെ അനുവാദമില്ലാതെ ഒരു രൂപയെങ്കിലും എടുക്കൽ. അത് അമാനത്താണ്. സൂക്ഷിക്കണം, നല്ലപോലെ ശ്രദ്ധിച്ച ഒരു സഹോദരിമാർ. ലാ യഹല്ലു ലിംറാത്തിൻ അൻ തഅഖുദ മിൻ ബൈതി സൗജിഹാ ബിഗൈരി ഇദ്നി സൗജിഹാ. ഒരു ഭർത്താവിന്റെയും അനുവാദമില്ലാതെ ഭാര്യമാരെ ഒരു രൂപ പോലും നിങ്ങൾ എടുക്കരുതേ. വലാ തഅഖുദു മിൻ ബൈതിഹി വഹുവ കാരിഹുൻ. അവൻ ഇഷ്ടപ്പെടാത്ത സമയത്തോളം നിർബന്ധിച്ചവനിൽ നിന്ന് പൈസ വാങ്ങരുതേ. അവന് ഇഷ്ടമില്ല, പക്ഷെ ഇവിടെ ഇങ്ങനെ ഇടങ്ങാറാക്കിക്കൊണ്ടേയിരിക്കും. കൊടു അവന് ഇഷ്ടമില്ലാതെ അവനെ കൊണ്ട് കൊടുപ്പിക്കുകയാണ്. 4 കൂട്ട സ്ത്രീകൾ നരകത്തിലാണ്. അതിൽ അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, ഇംറഅത്തുൻ തുകല്ലിഫു സൗജഹാ മാ ലാ യുതീഖ്. ഭർത്താവിനെ കൊണ്ട് എടുക്കാൻ പറ്റാത്ത ഭാരം അടിച്ചേൽപ്പിക്കുന്ന പെണ്ണ്, അവൾ നരകത്തിലാണ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിനെ കൊണ്ട് താങ്ങാൻ പറ്റാത്ത പണി അവൾ ചെയ്യിപ്പിക്കരുത്. ഇത് വേണം. ആഴ്ചയിൽ 3 പർദ, അത് 2500 രൂപ വെച്ചുള്ളത് 3 എണ്ണം ആഴ്ചയിൽ. ഇയാൾക്ക് കിട്ടുന്ന ശമ്പളം 6500 രൂപ. 3 പർദയ്ക്ക് 7500. എവിടെ പോകാനാ സംഭവം? കിഡ്നി വിട്ടിട്ടെങ്കിൽ എനിക്ക് പർദ വേണം. നിങ്ങളെ കിഡ്നി കൊണ്ട് എന്താ ഫായിദ? മാഫി ഫായിദ. അത് വിട്ടിട്ടെങ്കിൽ എനിക്ക് പർദ വേണം. ആവശ്യമില്ലാത്തെല്ലാം നിർബന്ധിപ്പിക്കൽ. അങ്ങനെ നിർബന്ധിപ്പിച്ച എന്റെ പൊന്നുമോളെ, നാളെ നീ പോകുന്നു നരകത്തിലേക്കാണ്. ഇയാള് പിന്നെ നിർബന്ധം ഗതിയില്ലാതെ എന്തായാലും വീണു പോയില്ല, ഇനി മരിക്കുന്നവർ അഡ്ജസ്റ്റ് ചെയ്യണ്ടേ, അതുകൊണ്ട് എങ്ങനെയെങ്കിലും അവള് പറയുന്ന അനുസരിച്ച് അങ്ങോട്ട് നിന്ന് കൊടുക്കും. ഭർത്താവിന്റെ അനുവാദമില്ല, 1 രൂപ എടുക്കരുത്. ഭർത്താക്കന്മാർക്ക് ഭാര്യമാർക്ക് മാന്യമായ നിലയിൽ നമ്മൾ ചെലവ് ചെയ്യുകയും വേണം. പിശുക്കും കാട്ടരുത്. അങ്ങനെയുണ്ട്. അതുകൊണ്ട് 2 വശം കൂടെ പറയണ്ടേ. 2 വശം കൂടെ പറയണല്ലോ. എന്നും ഉണക്കമീൻ വാങ്ങിച്ചു കൊടുത്താലോ, മട്ടൻ വാങ്ങിക്കൊടുക്കട്ടെ, 450 റുപ്യ. മട്ടന് 450 റുപ്യ വാങ്ങിക്കൊടുക്കില്ല. 450 രൂപ. വല്ലപ്പോഴും ഒക്കെ 2 പൊണ്ടൊക്കെ വാങ്ങിക്കൊടുക്കണം. നല്ല റാഹത്ത് അതൊക്കെ വാങ്ങിക്കൊടുക്കണം. 15 രൂപ. ഇവിടെ 15 രൂപ അല്ല, ഞങ്ങളുടെ 25 രൂപയാണ് ഒരു പൊണ്ടത്തിന്. അപ്പൊ ഇതൊക്കെ വാങ്ങിക്കൊടുക്കാം. നല്ലത് വാങ്ങിക്കൊടുക്കണം. കേട്ട ഒരു ഹദീസ്, അബൂ സുഫിയാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഭാര്യ ഹിന്ദ്, ഇന്ന ഹിന്ദം ബിൻത് ഉത്ബത്തിന്റെ മകൾ ഹിന്ദ് റളിയല്ലാഹു തആല അൻഹ നബിയുനാ റസൂലുള്ളാഹി തങ്ങളോട് വന്നിട്ട് പറയുകയാണ്, യാ റസൂലല്ലാഹ് ഇന്ന അബാ സുഫിയാൻ റജുലുൻ ഷഹീ. അബൂ സുഫിയാൻ പിശുക്കനാണ് നബിയേ, ലുബ്ധനാണ് നബിയേ. ലാ യുഅ്തീനി വവലദീ മാ യക്ഫീനി. എനിക്കോ എന്റെ മക്കൾക്കോ മിതമായ തോതിൽ ഒന്നും തരുന്നില്ല ഹബീബേ. ഇല്ലാ മാ അഖൽതു മിൻഹു വഹുവ ലാ യഅലം. അദ്ദേഹം അറിയാതെ അദ്ദേഹത്തിന്റെ പൈസ ഞാൻ എടുത്തിട്ടല്ലാതെ. അദ്ദേഹത്തിന്റെ പൈസയിൽ നിന്ന് അയാൾ അറിയാതെ ഞാൻ പൈസ എടുക്കും. എന്താ? ചെലവിന് കാശ് കിട്ടില്ല, പാലിന് പൈസ തരുന്നില്ല, മട്ടൻ തരുന്നില്ല, എന്നും ഈ ഉണക്കമീനും ഈ മത്തി തിന്നിട്ട് ഇങ്ങനെ നടന്നാൽ മതിയോ? വല്ലപ്പോഴും ഒക്കെ ഇത്തിരി ഒട്ടകത്തിന്റെ ഇറച്ചിയോ ഇത്തിരി ആടിന്റെ ഇറച്ചിയൊക്കെ വേണ്ട നബിയെ. അതുകൊണ്ട് ഞാൻ അയാളെ അറിയാതെ കുറച്ച് പൈസ എടുക്കും. ജായിസാണോ നബിയെ? പിശുക്കന്മാർക്ക് മറുപടി നബിതങ്ങള്, ഖുദീ മാ യക്ഫീകി വവലദികി